ആധുനിക ഫുട്ബോളിൽ മെസ്സിക്കും റൊണാൾഡോക്കും ഒപ്പമെത്തിയ ചില താരങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലെവൻഡോസ്കി എടുക്കാം. പല സ്റ്റാറ്റ്സിലും ഇപ്പോ മെസ്സിയും റൊണാൾഡോയൊക്കെ കടത്തി വിട്ടിട്ടുണ്ട്. പക്ഷെ അത്തരത്തിൽ നമ്മൾ ആരും അറിയപ്പെടാതെ പോയ ഒരു താരമുണ്ട്. അത് ആരാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഈ ഒരു താരം ഒരു ക്ലബിന് വേണ്ടിയിട്ട് 100 ഗോളുകളും 100 അസിസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. 100 ഗോളും 100 അസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, അത്രയും ടോപ്പ് പ്ലെയറിനുള്ളൂ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇവന്റെ ഒരു പക്കാ സ്ട്രൈക്കർ ആണെങ്കിൽ ആള് കുറെ ഗോൾ അടിച്ചു, പക്ഷെ അസിസ്റ്റ് കാര്യങ്ങൾ കുറവായിരിക്കും. അപ്പൊ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. അതായത് ഈ ഒരു നേട്ടം ഇതിനു മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയണൽ മെസ്സിയും സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അവര് കളിച്ചതിനേക്കാൾ കുറവ് മത്സരത്തിലാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മെസ്സിയുടെ കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മെസ്സി ഏകദേശം 338 മത്സരങ്ങൾ കളിച്ചിട്ടാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് 100 ഗോളുകളും അതുപോലെ തന്നെ 100 അസിസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യുന്നത്. റൊണാൾഡോ 341 മത്സരങ്ങൾ കളിച്ചിട്ടാണ് റിയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് 100 ഗോളുകളും 100 അസിസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അവര് നോക്കുകയാണെങ്കിൽ ഒരു 3 ഗെയിംസിന്റെ വ്യത്യാസം. ഇനി ബ്രൂണോ ഫെർണാണ്ടസ് 319 ഗെയിംസിൽ നിന്ന് 100 ഗോളുകളും 100 അസിസ്റ്റുകളും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, റൊണാൾഡോയും മെസ്സിയും ഒക്കെ ആ ഒരു ടീമിൽ കളിക്കുമ്പോൾ അവരെ സഹകളിക്കാർ എങ്ങനത്തെ പ്ലേയേഴ്സ് ആയിരുന്നു എന്നറിയാം. ബാഴ്സലോണയിലെ മെസ്സിക്കൊപ്പമുള്ള പ്ലേയേഴ്സ് ആരൊക്കെയായിരുന്നു? നെയ്മർ, ഡാനി അൽവെസ്, സാവി, ഇനിയസ്റ്റ, ആ ഒരു ലെജൻഡറി പ്ലേയേഴ്സ് ആണ്. ഇനി റിയൽ മാഡ്രിഡ് എടുത്താലും ലുക്കാ മോഡ്രിച്ച്, ടോണി ക്രൂസ്, മറ്റേ മാത്യു ടോസിൽ തുടങ്ങിയ ലെജൻഡറി പ്ലേയേഴ്സ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ കാര്യം അങ്ങനെയല്ല. പൊട്ടിപ്പാട് നിൽക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെച്ചിട്ടാണ് പുള്ളിക്കാരെ 319 ഗെയിംസിൽ നിന്ന് ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് 100 ഗോളുകളും 100 അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലാലിഗ കമ്പാരിറ്റീവ്ലി പ്രീമിയർ ലീഗിനെക്കാട്ടിലും ഒരു എന്താണ് ഈസിയാണ്. കാരണം പ്രീമിയർ ലീഗ് ഭയങ്കര ഫൈറ്റ് ആയിട്ടുള്ള ലീഗാണ്. ഐ മീൻ ഫിസിക്കലായിട്ടും അവിടെ വേറെ ടൈപ്പ് ഓഫ് പ്ലേ ആണ്. അപ്പൊ അതില് ഈ ലാലിഗയും അടിച്ചിടേക്കാട്ടും പ്രയാസമാണ് പ്രീമിയർ ലീഗിൽ അടിക്കാനെന്നുള്ള ഫാക്റ്റാണ്. അപ്പൊ അത്തരത്തിൽ കളിച്ചിട്ടും ഈ ഒരു മോശം സ്കോഡിനെ വെച്ച് കളിച്ചിട്ടും ബ്രൂണോ ഫെർണാണ്ടസ് എന്ന ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കപ്പിത്താന് ഇത്തരത്തിലുള്ള റെക്കോർഡ് അത് മെസ്സിയും റൊണാൾഡോയുമാണ് മറികടന്നിരിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കുമ്പോൾ അതിന് അർഹിച്ച കൈയ്യടി തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.